പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ കുരുവി കുരുവി. നമസ്കാരം. വേനലിൽ ഒരു മഴ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രവാസികളായ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മാതാപിതാക്കളോ ഗുരുസ്ഥാനിയരോ എത്തിച്ചേരുന്നത്. അത്രയും അവരെത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പോൾ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3 മാസത്തോളമാണ് പാരൻസ് വന്നതിൽ വിസിറ്റ് വിസയിൽ വന്നാൽ അവർക്ക് നിൽക്കാൻ അവസരമുണ്ടാവുക. ആ സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മക്കളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ മാതാപിതാക്കൾ കൂടെയുള്ളതിൻ്റെ ആ ഒരു സൗന്ദര്യം. മുഖം വളരെ പ്ലസൻ്റ് ആയിരിക്കും. പിന്നെ ശരീരം കണ്ടാൽ തന്നെ അറിയാം മാതാപിതാക്കൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യമൊക്കെ ഒന്ന് ഉരുണ്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് വിസിറ്റ് വിസയിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കളാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് KJ ജോർജും ബഹുമാനപ്പെട്ട മേരി ജോർജുമാണ്. നമുക്ക് കുറച്ച് നേരം അവരോട് സംസാരിച്ചിരിക്കും. നമസ്കാരം. എൻ്റെ എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. ഇന്നത്തെ ഈ വേദിയിൽ ഇവിടെ വെച്ച് എല്ലാവരോടും എല്ലാവരെയും കാണാനും അല്ലെങ്കിൽ ബന്ധപ്പെടാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പ്രിൻസിനോടും ശ്യാമിനോടും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും. നിങ്ങളിപ്പോൾ അയർലൻഡിൽ ആദ്യമായിട്ടല്ല വരുന്നത്? അല്ല, ഞങ്ങളിതിപ്പോൾ 7ാം തവണയാണ് വരുന്നത്. അത് ശരി. അപ്പോൾ ഈ അയർലൻഡിൽ വരുമ്പോൾ ഇപ്പോൾ തോന്നിയിരുന്ന എന്താണ് ഒരു എന്താ പറയുക ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണ് തോന്നിയിട്ടുള്ളത്? അയർലൻഡിൽ നമ്മുടെ നാടുമായിട്ടൊക്കെ ഒരു കമ്പാരിസൺ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യം വരുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ്? ഓരോ പ്രാവശ്യം വരുമ്പോൾ ഉള്ളതായാലും പിന്നെ നിങ്ങൾ പൊതുവായിട്ടുള്ള നാടുമായിട്ടുള്ള വ്യത്യാസം തോന്നിയാലും. പൊതുവെ നാടുമായിട്ടുള്ളൊരു വ്യത്യാസം പ്രധാനമായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് 40-ൽ മേലെ ഡിഗ്രി ടെമ്പറേച്ചറിൽ നിന്നാണ് ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അന്ന് അറൗണ്ട് 10 ഡിഗ്രീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസം നമ്മുടെ നാടും ഇവിടെ അയർലൻഡായിട്ടുണ്ട്. ആ വ്യത്യാസമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്ന പലർക്കും പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപക്ഷെ ഞങ്ങൾ ഈ 7ാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പ്രയാസം തോന്നിയില്ല. പിന്നെ പൊതുവേ എനിക്ക് തണുത്ത ക്ലൈമറ്റിനോട് കുറച്ച് താല്പര്യമുണ്ട്. ഒരുപാട് ചിൽ ക്ലൈമറ്റിനോട് അല്ലെങ്കിലും പൊതുവെ തണുത്ത ക്ലൈമറ്റ്. എനിക്കും തണുത്ത ക്ലൈമറ്റ് ജോലി ചെയ്യാനൊക്കെ കുറച്ചൊരു സുഖമുണ്ട്, വിയർക്കില്ല. അപ്പോൾ തണുത്ത ക്ലൈമറ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടെ താമസിക്കുന്നത് ലൂക്കൻ താമസിക്കുന്നത്. എനിക്ക് ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ്. ശരി. പ്രേമവിവാഹം ഒന്നുമല്ലല്ലോ? അല്ലല്ല. എല്ലാവരും ആദ്യം ചോദിക്കുന്നത് തൃശ്ശൂരാണ് രണ്ടുപേരെന്ന് പറയുമ്പോൾ. അല്ലെന്ന് മാത്രമല്ല, അതെങ്ങനെ സംഭവിച്ചു എന്ന് അതുകൂടി പറയാം. എനിക്ക് ഏതാണ്ട് ഒരു 28 വയസ്സായി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ എനിക്കൊരു ജോലിയുള്ള ഒരു കുട്ടിയെ വേണോ അതോ ഒരു ഹോം മേക്കറെ വേണം? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഹോം മേക്കർ മതി. അങ്ങനെയാണ് മേരി വൈഫ് അന്ന് അവിടെ കോളേജിൽ പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. പക്ഷേ ഞാൻ പെണ്ണ് കാണുന്നതിന് പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. രണ്ടുപേരും തൃശ്ശൂരിൽ നിന്നാണ്. പൊതുവേ ടൗണിന്റെ 2 സൈഡിലാണ്. ഒരു സാധാരണ ചോദ്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ 45 കൊല്ലം മുമ്പല്ലേ, പോലെ പ്രമുഖയാത്ര ആയിട്ടില്ല. 45 കൊല്ലം മുമ്പ് മറ്റൊരു തമാശയും കൂടി ഇതിനകത്തുണ്ട്. അതായത് എൻ്റെ അമ്മയുടെ ഹൗസ് നെയിം വാഴപ്പള്ളി എന്നാണ്, ഇവരുടെ ഹൗസ് നെയിം വാഴപ്പള്ളി എന്നാണ്. അപ്പൊ അതുകൂടി ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ലവ് മാരേജ് ആണോ? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല.
അപ്പോൾ ബിനു ആണ് ബിനു മകള് ജോസഫ് മകൻ, ബിനു മരുമകൾ. പക്ഷെ അതിൽ മൂത്തത് മകളാണ്. മകള് നിർമ്മല, ഹസ്ബൻഡ് ജോജി, അവര് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡാലസിൽ. അത് ശരി, അത് ശരി. പിന്നെ പൊതുവായിട്ട് ഇപ്പോൾ പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആയിരുന്നു അല്ലേ? അഡ്വക്കേറ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അഡ്വക്കേറ്റാണ്. ശരി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാങ്കിൽ കയറി, അവിടെ ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരുന്നു. ശരി. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജനറൽ മാനേജറായി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് പിന്നെയും അഡ്വക്കസിയിലേക്ക് പിന്നെയും വന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ പിന്നെ പാലക്കാട്ട് വന്ന് അവിടെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ എറണാകുളത്ത് ഹൈക്കോർട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ അഡ്വക്കസിക്ക് പുറമെ എനിക്കിഷ്ടമുള്ള വേറെ സബ്ജക്റ്റ് കൂടിയുണ്ട്. അതെന്തായിരുന്നു? അതായത് സൈക്കോളജി. അത് ശരി. അത് സൈക്കോളജി, സൈക്കോതെറാപ്പി, ഈ സബ്ജക്റ്റുകളും എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പാരൻറ്റിങ് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇത് കുട്ടികളെ എങ്ങനെ വളർത്തണം. ഇപ്പോഴത്തെ തലമുറയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ പലർക്കും അറിയാത്തതുണ്ടാകും. അപ്പോൾ ബുക്കിലൂടെയൊക്കെ ആയിരിക്കും, ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന പ്രവാസി മലയാളികൾക്കൊക്കെ ചിലപ്പോൾ ബുക്കിലൂടെ ആയിരിക്കും ഇതെല്ലാം അറിവുകൾ കിട്ടുക. അങ്ങനെ പലരും ബുക്കുകൾ വായിക്കുന്നുണ്ട്. എന്നിരുന്നാലും നാട്ടിൽ ഒരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥയിൽ നിന്നും പൊതുവെ മാറിയാണ്. ഇപ്പോൾ പ്രവാസികൾ ഞങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ നാട്ടിലായിരുന്നെങ്കിലും ഒരു പക്ഷേ പാരൻസും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത്, അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ശക്തി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള പെട്ടെന്നൊരു അറിവ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഫോണിലൂടെ ആയാലും കിട്ടും, എന്നാലും നേരിട്ടുള്ള ആ ഒരു ബന്ധമാണ് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ രീതിയിൽ ഇപ്പോൾ നിങ്ങളൊക്കെ ജനിച്ച് വളർന്ന ആ സമയത്തുള്ള പാരൻറ്റിങ്ങും ഇപ്പോൾ ഈ സമയത്തുള്ള പാരൻറ്റിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഇപ്പോൾ സൈക്കോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം ഒരു വലിയൊരു സാഗരമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം ആണ് വാസ്തവം പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ ഈ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 7 മക്കളാണ്. അതുകൊണ്ട് കൂട്ടായിട്ട് എല്ലാവരും കൂടി അങ്ങനെ ജനിച്ചു വളർന്നു. അതുകൊണ്ട് ഒരു പക്ഷേ കുട്ടികൾ തമ്മിലൊക്കെ ഉള്ള ആ പണ്ടത്തെ നിലയ്ക്കുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ ആയിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല വീടുകളിലും ഒരാളോ രണ്ടാളോ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും പിന്നെ അന്നത്തെ നിലയിലാണെങ്കിൽ അന്ന് ഈ അച്ഛനും അമ്മയും ജോലിക്കാരായിട്ടുള്ള വീടുകൾ വളരെ കുറവാണ്. ശരി. അതുകൊണ്ട് ഈ അമ്മ മിക്കവാറും എപ്പോഴും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഒരു അറ്റൻഷൻ മക്കൾക്ക് കൂടുതൽ കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മിക്കവാറും വീടുകളിലെല്ലാം നമ്മുടെ നാട്ടിലടക്കം ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ ശരിക്കും ഉണ്ടോ? ജീവിക്കാൻ പറ്റിയാൽ പോലും പലരും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാതെ പോകുന്നു. അത് ശരി, അത് ശരി. പക്ഷെ വീട്ടിലിരിക്കണമെങ്കിൽ വീട്ടിൽ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൽ ഈ കുട്ടികളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭത്തിലിരിക്കുന്ന ഒരവസ്ഥ കുഞ്ഞിൻ്റെ അപ്പോഴേ ആരംഭിക്കുന്നു പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലും ക്ലാസ് മുതലുള്ളതല്ല. ഒരു ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇപ്പോൾ സൈക്കോളജി പറയുന്നത് ആ അവസ്ഥയിലാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം വളർന്നു വരുന്ന ആ ഗർഭത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ആ കുട്ടി വളർന്നു വരുമ്പോൾ അതിനെ ബാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതിനെ ആ കുട്ടി ജനിച്ചു വളർന്നു വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഹെൽത്തി ചൈൽഡായിട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി. പക്ഷെ അതേ സമയത്ത് വളരെ ഒരു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു അവസരം ഇതായിട്ടാണ് ജനിച്ചു വളർന്നതെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടറിലും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അത് വളരെ സാധാരണ. അത് പിന്നെ അതിൻ്റെ മറ്റൊരു സൈഡും കൂടി ഞാൻ പറയാം. അതിന് സാധാരണ സൈക്കോളജിയിൽ മാരാസ്മസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. ആ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ആരും അറ്റൻഡ് ചെയ്യാനില്ലെങ്കിൽ ഇപ്പോൾ മനഃശാസ്ത്രം പറയുന്നത് ഒരു 10 മണിക്കൂറിനകത്തൊക്കെ ആ കുട്ടി മരിച്ചു പോകുന്നവരാണ്. കാരണം ആ കുട്ടി അമ്മയുടെ ഉദരത്തിലെ എല്ലാവിധ സംരക്ഷണങ്ങളോടും കൂടി ഇതുവരെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് ആരും അറ്റൻഡ് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു ഭയം, അതിനാണ് ഈ മരാസ്മസ് എന്ന് പറയുന്നത്. ആ ഭയം അത് കൺട്രോൾ ചെയ്തുകൊണ്ട് കുട്ടിക്ക് പറ്റില്ല, ആ അവസ്ഥയിൽ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ആ അവസരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്നത് കുട്ടി മരിച്ചു.
ശരി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു വളർന്നു വരുന്ന അവസരത്തിൽ നമുക്കൊക്കെയുള്ള നമ്മുടെയൊക്കെ ഞാനും പ്രിൻസൊക്കെ അടക്കം നമ്മുടെയൊക്കെ ഒരു 5 വയസ്സ് വരെയുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ആ കാലത്തുണ്ടാവുന്ന അനുഭവങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ പല സ്വഭാവങ്ങളെയും ഒക്കെ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാവും നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും നമ്മളെ പല വിധത്തിൽ പെരുമാറാൻ നമ്മളെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. അതിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുഞ്ഞിനെ മറ്റേ അമ്മയായിട്ടുള്ള അടുപ്പം അതൊരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ചും അപ്പനായിട്ടല്ല, അമ്മയായിട്ടാണ് കൂടുതൽ. കാരണം അമ്മയായിട്ടാണ് എപ്പോഴും ഒരു കുട്ടി കൂടുതൽ ഇടപഴകാൻ സാധിക്കുന്നത്. മാത്രമല്ല അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് കുട്ടി പുറത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ കൊച്ച് വളർന്നു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബന്ധവും അടുപ്പം വേണ്ടത് അമ്മയായിട്ടാണ്. ഒരു അമ്മയ്ക്കുണ്ടാകണം. അത് പലപ്പോഴും ഇപ്പം ഇല്ല. കാരണം ഈ ഭാര്യയും ഭർത്താവും ജോലിക്കാരായി വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോയി വരുന്നു, 1ാം ക്ലാസ്സിലത്തെ കുട്ടി ആദ്യം പോയി ചേർന്നു. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ ഇന്ന് എന്നെ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ഇന്ന് ഒന്നാം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്കാണ്, അല്ലെങ്കിൽ ഞാനാണ് എന്നെ ഇന്ന് മറ്റേ കുട്ടി എന്നെ പിടിച്ച് തള്ളിയിട്ടു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ജോലിക്കാരിയായ ഒരു അമ്മയ്ക്ക് ഒരുപക്ഷെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് വളരെ ബിസി ആയിരിക്കും. ആ സമയത്ത് ഇത് പറയുന്ന സമയത്ത് പലപ്പോഴും തോന്നും, പോടാ ഇപ്പം നിൻ്റെ ഈ കിന്നാരൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ അവർ കുട്ടികൾ സന്തോഷത്തോട് വിട്ടത് പറയുമ്പോൾ അത് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സമയം അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ കായിക വിശേഷങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ റബ്ബർ എടുത്തു, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനത്തെ കൊച്ചു കാര്യങ്ങളാണ്. അത് നമ്മൾ കേൾക്കാനുള്ള ഒരു അമ്മയോടുള്ള കൂടുതൽ അടുപ്പുണ്ടാവണേ, അമ്മയ്ക്ക് ഉണ്ടാവണം കുറച്ച് സമയം. അപ്പൊ നിങ്ങളുടെ അവസ്ഥയിൽ ചോദിക്കുകയാണ്, ഇപ്പൊ അമ്മയായിരുന്നോ കൂടുതൽ? അതെ, ഞാനായിരുന്നു കൂടുതൽ. ചില അപ്പച്ചൻ ജോലിയായിട്ട് പോണ കാരണം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അവർ വരുമ്പോൾ പ്രത്യേകിച്ച് വന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടികളെ കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുക. ആ കുളിപ്പിക്കുന്ന നേരത്തിൽ ഇതൊക്കെ വലിയ വർത്തമാനങ്ങൾ മുഴുവൻ രണ്ടാളുടെയും. ചില ഞാൻ റബ്ബർ എടുത്തു, ഇന്ന് അവനെ കണ്ടു, സ്കൂളിൽ ടീച്ചർ മറ്റേ സാരി എടുത്തു, ഞാൻ മറ്റവനായിട്ട് പിച്ചി, അവനായിട്ട് ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നല്ല. എന്നിരുന്നാലും അവർക്ക് വലിയ കാര്യങ്ങളാണ്. അവർക്ക് വലിയ, അത് നമ്മൾ കേൾക്കണം. രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പടം നഷ്ടപ്പെട്ട അതുപോലെ പിറ്റേ ദിവസം വേറെ ഒന്നായിരിക്കും പറയാം. പക്ഷെ അത് നമ്മൾ കേൾക്കാനുള്ള ക്ഷമ വേണം. പിന്നെ എന്നെ സംബന്ധിച്ച് എന്നെ പൊതുവെ എല്ലാ പേരൻസും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുക. ചില അവിടെ കളിച്ച് തിമർത്ത് കൊണ്ടുപോകുന്ന ചോറ് നമ്മുടെ ഇതനുസരിച്ച് തണുത്തിട്ട് ആ നേരത്ത് കിട്ടുന്ന ഭക്ഷണം അവർ നന്നായിട്ട് കഴിക്കും. സ്കൂൾ വിട്ട് വന്ന് കിട്ടുന്ന ഭക്ഷണം അപ്പോൾ അമ്മ ഉണ്ടാക്കി കാത്തിരിക്കുക തന്നെ ആ നേരത്ത് കുട്ടികൾ കഴിക്കും. അമ്മയ്ക്കാണ് കൂടുതൽ റോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ മിക്കവാറും പറയാനുള്ളത്, നീ അതിനെ കൊണ്ടുപോയി വഷളാക്കി അതൊക്കെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഈ അമ്മയും അച്ഛനും നല്ലൊരു കുടുംബത്തിൽ ഒരേപോലെ അപ്രോച്ച് ചെയ്യണം കുട്ടികളോട്. അമ്മ കൂടുതൽ സ്നേഹം കാണിച്ചു, അല്ലെങ്കിൽ അപ്പൻ കൂടുതൽ സ്നേഹം കാണിച്ചു, അങ്ങനെ വന്നാൽ ഒരുപക്ഷെ കുട്ടികൾ അത് മുതലെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാവും. അല്ല, മിക്കവാറും എനിക്ക് തോന്നുന്നു മിക്കവാറും ഫാമിലികൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരാൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയും മറ്റേ ആൾ കുറച്ചുകൂടി ലിബറലായിട്ട് കുറച്ചൊരു സോഫ്റ്റ് കോർണർ കാണിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് പാടില്ല. ശരിക്കും രണ്ടുപേരും കുട്ടികളോട് ഒരേ അപ്രോച്ച് വേണം, ഒരുപോലെ പെരുമാറണം. അല്ലെങ്കിൽ ചില കുട്ടിയോട് സ്നേഹം കാണിക്കുക അതുപോലും പാടില്ല. അതുപോലെ ഇപ്പം ഒരു 3 മക്കളുണ്ട്, ഒരാളോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, ആ മൂന്നാമത്തെ കൊച്ച് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ ഒരു പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നിയെന്ന് വരാം. പക്ഷേ അതുപോലും മനഃശാസ്ത്രപരമായിട്ട് പക്ഷെ മറ്റേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് എനിക്കിങ്ങനെ ഇയാൾക്ക് മറ്റേ നമ്മുടെ ഉണ്ണിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം അവനെ, നിങ്ങളെ മൂത്ത ആൾ ചേട്ടന്മാർ അല്ലെങ്കിൽ ചേട്ടത്തിമാർ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൂടി മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ കൂടുതൽ നല്ലത്. അതിന് കുട്ടികളെ വേർതിരിച്ച് കാണിക്കാൻ പാടില്ല. ചിലർക്ക് ആൺകുട്ടിയോട് പ്രത്യേക ഒരു സ്നേഹം, ഒരു 3 പെൺകുട്ടികൾ കഴിഞ്ഞ ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ അവനോട് പ്രത്യേക ഒരു സ്നേഹം. കുട്ടികൾ ഈക്വലായിരിക്കണം. കമ്പാരിസൺ മേലിൽ വേറൊരു വലിയൊരു പ്രശ്നമാണ്. മറ്റേ വീട്ടിൽ ആ കൊച്ചിനെ കണ്ടുപിടിക്കും. അല്ല, കമ്പാരിസണും വലിയൊരു പ്രശ്നമാണ്. അത് സ്വന്തം വീട്ടിൽ തന്നെ ചേട്ടനും അനിയനോ അല്ലെങ്കിൽ ചേച്ചിയോ അനിയത്തിയായിട്ടോ പോലും ഒന്നും കമ്പയർ ചെയ്യരുത്. കാരണം പലർക്കും പലതരത്തിലുള്ള കഴിവുകളോ
അല്ലെങ്കിൽ പല ശക്തികളുണ്ടാവും. അത് ഏത് വിധത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് എൻകറേജ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുന്ന പ്രശ്നം വരുന്നില്ല. പ്രത്യേകിച്ചും പല വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നീ ആ അയൽവക്കത്തെ മറ്റേ ആളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കും, നിന്നെന്തിനു കൊള്ളാം. പറയാത്ത ഒരു മാതാപിതാക്കൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? തന്നെയല്ല, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ജീവിതത്തിൽ ഫസ്റ്റ് റാങ്ക് ആവണമെന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പിള്ളേർക്ക് 60% മാർക്ക് വേണമെന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ മക്കൾക്ക് 60% എൻ്റെ കുട്ടികളോട് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല ആ അവസരത്തിൽ പോലും. അന്ന് എല്ലാവർക്കും ട്യൂഷൻ ഉണ്ട്. 60% മാർക്ക്. ഞാൻ അവരോട് പറയാറുള്ളത്, ഒരു 60% മാർക്ക് വാങ്ങിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൽ എത്രയും കൂടുതൽ വാങ്ങിക്കുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്നാ പറയാറുള്ളൂ. അല്ലാതെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്നാമനാകാൻ പറ്റില്ല. നമ്മുടെയൊക്കെ പല മാതാപിതാക്കന്മാർക്കും പറ്റുന്ന ഒരു മണ്ടത്തരം അതാണ്. 90% മാർക്ക് വാങ്ങണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. 90% മേലെ വാങ്ങിക്കാനുള്ള കഴിവ് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും ട്യൂഷൻ വെച്ചിട്ടില്ല. കാരണം അവർക്ക് കളിക്കാനും ഒക്കെ സമയം വേണം. ട്യൂഷൻ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സപ്ലിമെൻ്റ് കൂടി ഞാൻ ചേർത്ത് പറയാം. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലുള്ള പ്രത്യേക ഒരു ഇതുണ്ട്, IQ. ആ കുട്ടിക്ക് ഭയങ്കര IQ ആണ്. ഈ IQ അല്ല വിജയിക്കാൻ ജീവിതത്തിന് വേണ്ടത്. വിജയിക്കാൻ ജീവിതത്തിന് വേണ്ടത് PEQ ആണ്, പേഴ്സണൽ ഇഫക്റ്റീവ്നെസ് ക്വോഷ്യൻറ്റ്. അതാണ് ജീവിതം വിജയിക്കാൻ മനുഷ്യന് വേണ്ടത്. IQവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഠിക്കാൻ നല്ലതാണ്, പഠിക്കാനും ഓർമ്മിക്കാനും മനസ്സിലാക്കാനൊക്കെ IQ നല്ലതാണ്. പക്ഷേ IQ കൂടുന്തോറും ഒരു ലിമിറ്റ് വിട്ട് IQ കൂടുന്നത് നല്ലതല്ല. IQ കൂടിക്കഴിഞ്ഞാൽ അത്തരം ആളുകൾ കൂടുതൽ റിജിഡാവും ജീവിതത്തിൽ. അങ്ങനെ റിജിഡായിട്ട് നമുക്ക് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നാം അകന്നു പോകും. അത് ഒരുപാട് IQ ഉള്ള പലരും കാണാം, അവരൊറ്റപ്പെട്ട വ്യക്തികളായിരിക്കും. അപ്പോൾ ഇത് അതേസമയത്ത് PEQ എന്ന് പറയുന്നത് പേഴ്സണൽ ഇഫക്റ്റീവ്നെസ് ക്വോഷ്യൻറ്റ്. IQ അറിയാലോ, ഇന്ത്യയിൽ ക്വോഷ്യൻറ്റ്. അപ്പോൾ ഇത് ഈ PEQ കൂടുതലുണ്ടെങ്കിൽ ആ പേഴ്സണൽ ആയിട്ടുള്ള പെരുമാറ്റങ്ങളിൽ കൂടുതൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടാവും. അത്തരക്കാരാണ് കൂടുതൽ ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഓർക്കുന്നതാണ്. ഈ ഹിപ്നോട്ടിസം എന്ന് കേട്ടില്ലേ? അല്ല, ഞാൻ മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയത് ഇപ്പം എന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ച് തെറ്റിദ്ധാരണകളാണ്. അതായത് അല്ല, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവർക്ക് കുറേ കണ്ണുകൊണ്ടും പിന്നെ മനസ്സുകൊണ്ടും അപ്പം പിന്നെ കുറേ പ്രാക്ടീസ് വേണമെന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അല്ല, ഞാനൊരു ഇതിനെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. ഹിപ്നോട്ടിസം നമുക്കിപ്പോൾ എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഭ്രാന്തനെ നമുക്ക് ഒരിക്കലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ പവർ ഓഫ് കോൺസെൻട്രേഷനാണ്. ആ പവർ ഓഫ് കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് IQ വളരെ കൂടുതലുള്ള ഒരാൾ പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആവും. അത് ശരി. ഒരു ഭ്രാന്തനെ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പവർ ഓഫ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് പലരും. അപ്പോൾ ചിലർ പറയും എനിക്ക് ഭയങ്കര മറ്റാൾക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ശക്തി ഉള്ളതുകൊണ്ട് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഭ്രാന്തനെ പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് നോ പവർ ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഉള്ള ചില നമ്മൾ പ്രധാന പോയിന്റിൽ നിന്ന് പലപ്പോൾ മാറിപ്പോകണം. അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ PEQ കൂടുന്തോറും നമ്മൾ മറ്റുള്ളവരായിട്ട് അതാണ് നമ്മൾ ചിലപ്പോൾ കാണാം. പഠിക്കാൻ അതിസമർത്ഥനായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ജീവിതത്തിൽ ഫെയിൽ ചെയ്യും. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് കുട്ടികളെ തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അതാണെങ്കിൽ കുട്ടികൾ കൂടുതൽ പിന്നെ കുറച്ചൊക്കെ കളിക്കാനൊക്കെ സമയം കൊടുക്കണം. ഞാൻ അഭിപ്രായത്തില്ല, അവർക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ട. ഈ വരുമ്പോഴേക്കും പുസ്തകം എടുക്കുക പഠിക്കുന്ന കുറച്ചൊക്കെ അവർ കളിക്കണം. ഈ പ്രവാസ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മിക്കവാറും പുറത്തിറങ്ങി നാട്ടിലെ പോലെ പുറത്തിറങ്ങി കളിക്കാനായിട്ടുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാവാറില്ല. കുട്ടികൾ മിക്കവാറും വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയാണ്. TV, ടാബ്, മൊബൈല് അതല്ല കളി. അതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ മിക്കവാറും കുട്ടികളുടെ കണ്ണ് പെശകായിരിക്കും. കാരണം ഒക്കെ എല്ലാവരും ഈ ഇട്ട് കാണിച്ച് മിക്കവാറും കണ്ണ് പെശകായിരിക്കും. അത് കുടുംബം ഒരുമിച്ചിരുന്ന് വരെ ഇപ്പോൾ പണ്ടത്തെ കുടുംബങ്ങളെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു നേരമെങ്കിലും അല്ല ഭക്ഷണമൊക്കെ കഴിയുന്നതും ദിവസത്തിൽ ഒരിക്കലെങ്കിലും. രണ്ടുപേരും ജോലി ആകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഹോം മേക്കറായിരുന്നു.
അത് കാരണം പ്രശ്നം ഉണ്ടായില്ലല്ലോ. പക്ഷെ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം സമയം കൂടുതലെടുത്ത് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് തമാശകൾ പറഞ്ഞ് അന്നത്തെ സംഭവങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഓഫീസിലെ കാര്യങ്ങൾ, ഭാര്യനെ ഓഫീസ് കാര്യം, മോനെ സ്കൂളിലത്തെ കാര്യങ്ങളിൽ അതൊക്കെ പറഞ്ഞ് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം നീണ്ടുപോയാലും ഭക്ഷണ സമയം നീണ്ടുപോയാലും കുഴപ്പമില്ല. അത് നല്ലൊരു ഇതാണ് ഭക്ഷണ സമയം. പിന്നെ അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഞാൻ പറയാം. അതായത് നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നില്ല, അവനെ ഓടിപ്പോയി ഒരു പയ്യൻ്റെ കൂടെ മറ്റുള്ള ഓടിപ്പോയി, അല്ലെങ്കിൽ മകൻ ഒരുതിനും കൊണ്ടുപോയി എന്നൊക്കെ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വീട്ടിൽ ഇവർ തമ്മിലുള്ള ബന്ധപ്പെടൽ വളരെ കുറവായതുകൊണ്ടാണ്. കാരണം ഒരമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്രയും അടുപ്പുണ്ടെങ്കിൽ ഒരു പയ്യനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലും അന്ന് വീട്ടിൽ വരുമ്പോൾ ആ കുട്ടി പറഞ്ഞു, അമ്മയോട് പറയാം, അമ്മേ ഇങ്ങനെ ആ മറ്റേ പെൺകുച്ചി എന്നെ കണ്ടപ്പോൾ എന്നോട് ഇപ്പോൾ പ്രത്യേകം താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊക്കെ വീട്ടിൽ വന്ന് പറയും. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അപ്പം നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും പിള്ളേരെ. പിന്നെ ഞാൻ എപ്പോഴും ഇത്തരം ചില സെഷൻസൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ക്ലാസ് എടുത്തായിരുന്നു അല്ലേ? ഞാൻ പലയിടത്തും പോയി ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇത് ഈ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പോഴും നമ്മൾ ഈ പിയേഴ്സിനെ, അതായത് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ വീട്ടിൽ വരാൻ എൻകറേജ് ചെയ്യണം. അവർ വരുമ്പോൾ ഒരു ചായ കൊടുത്തു, അല്ലെങ്കിൽ ടോഫീസ് മിഠായി കൊടുത്തു. അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് ഇവൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആരാണ് ഇവളുടെ ഫ്രണ്ട്സ്. നമുക്ക് അറിയാത്ത ബെഡ്റൂമിലൊന്നും കയറ്റാൻ പാടില്ല, ഡ്രോയിങ് റൂം വരെ അതിൽ വിട്ട് കയറ്റാൻ പാടില്ല, ബെഡ്റൂമിലൊന്നും കയറ്റാൻ പാടില്ല. നമുക്കറിയാം അവരുടെ ഫ്രണ്ട്സ് ആരാണ്. അപ്പം നമുക്ക് ആ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളോട് പറയാൻ പറ്റും, മോനെ അല്ലേ മോളെ, നീ മറ്റേ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അവൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് നമ്മളായിട്ടുള്ള അടുപ്പം കൊണ്ട് നമ്മുടെ മക്കൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിന് മാത്രമുള്ളൊരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നമ്മളോടുണ്ടാവും. ഇപ്പോൾ ഈ മനഃശാസ്ത്ര മേഖലയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ചെയ്തിട്ടുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണത്? ഞാനത് നേരത്തെ മുമ്പ് ഞാൻ പാലക്കാട് വെച്ചിട്ട് തന്നെ ഞാൻ അവിടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോടതിയിൽ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ. ശരിക്കും ഇഷ്ടപ്പെട്ട മേഖല മനഃശാസ്ത്ര അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ശരിക്കും പറഞ്ഞു? എനിക്ക് മനഃശാസ്ത്രം എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏതായിരുന്നു, ഏത് മേഖലയിലുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് അഡ്വക്കേറ്റ് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കിട്ടും. പക്ഷേ എൻ്റെ കല്യാണം കഴിപ്പിക്കാൻ അത് വിട്ട് ജോലിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. പക്ഷെ എനിക്ക് പൊതുവെ അഡ്വക്കേറ്റ്സിന് ഇഷ്ടം, ആ പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഇത് തന്നെയായിരുന്നു? എനിക്ക് വളരെ ഇഷ്ടമാണ്. അഡ്വക്കസിയും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ആക്കി മനഃശാസ്ത്ര മേഖലയിൽ കൊണ്ടെത്തിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? അല്ല, ഞാനൊരു ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് വന്നൊരു കേസ്, ഒരു യുവാവ് അവൻ്റെ ഭാര്യയും കൊണ്ട് വന്നു. അപ്പോൾ അവർ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടൊരു ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഭാര്യ എന്തെങ്കിലും ഇഷ്യൂവിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ താഴെ കിടന്ന് ഉരുണ്ട് ബഹളടിക്കും. ശരി. അപ്പോൾ അവന് തോന്നി, അവൻ നല്ല ഒരു ബ്രൈറ്റ് ചാപ്പ്, അപ്പോൾ അവന് തോന്നി ഇതിൽ സംതിങ് റോങ് സംഭവം. അത് തോന്നിയതുകൊണ്ടാണ് അവൻ ഭാര്യ കൊണ്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ കുട്ടിയെ അത് ഹിപ്നോട്ടൈസ് ചെയ്യേണ്ടി വന്നു സംഭവം മനസ്സിലാക്കി. ആ കുട്ടി ഒരു 2 വയസ്സുള്ള സമയത്ത്, അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ കമ്പാരിറ്റീവ്ലി വെരി റിച്ച്, ഈ പയ്യനാണെങ്കിൽ ഒരു ഫ്രം എ പുവർ ഫാമിലി. അപ്പോൾ ഈ പെൺകൊച്ച് ഒരു ഒറ്റ മകളാണ്. അപ്പം ഒരു 2 വയസ്സുള്ള സമയത്ത് ഒരു പ്രാവശ്യം എന്തോ ചോദിച്ച് വഴക്കടിച്ചപ്പോൾ കിട്ടാതായിപ്പോൾ താഴെ കിടന്നുരുണ്ട് കരഞ്ഞു, ബഹളടിച്ചു. അപ്പോൾ ഈ പാരൻസ് അത് സാധിച്ചു കൊടുത്തു. അപ്പോൾ അത് മനസ്സിൽ കയറ്റി വെച്ചു കുട്ടി, അത്രയും ചെറിയ കുട്ടി അത് മനസ്സിൽ കയറ്റി വെച്ചു. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഇത് ചെയ്താൽ മതി. അതങ്ങനെ പിന്നെ അതിന് ശേഷം എന്താവശ്യം വരുന്ന സമയത്തും ഈ കുട്ടി ഇതിങ്ങനെ ഈ വടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. താഴെ ബഹളടിക്കും, ഒരു കരഞ്ഞ് ബഹളടിക്കും, അനക്കം ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവനായിട്ട് വിവാഹം നടന്നത്. ഇവൻ സാമ്പത്തികമായിട്ട് ഇവരെ ലെവലിലൊന്നും ഇല്ലെങ്കിലും അവൻ മിടുക്കനായിരുന്നു, നല്ലൊരു ജോലിയുണ്ട്, ആ ഒരവസ്ഥയിലായിരുന്നുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അവനത് കണ്ടപ്പോൾ തോന്നി എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതായിരുന്നു പ്രശ്നം. ശരി.
അപ്പോൾ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നേക്കാം. അല്ല, അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാശി പിടിക്കുക, അത് സാധിച്ചു കൊടുക്കുക. അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ആ വാശി അവസാനിക്കാത്ത ഒരു അവസ്ഥ അത് അങ്ങനെ കാണുമായിരിക്കും. പക്ഷെ അതിലെനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്, അത്തരം അവസരങ്ങളിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അല്ല, ഒത്തിരി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിനത് ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കില്ല, അവർക്ക് വേണ്ട ഇത് പരിഗണന കൊടുക്കില്ല എന്ന് അവർ മനസ്സിലാക്കണം. ഇത് ഒരു നോ കേൾക്കാനുള്ള കഴിവ് കുട്ടികൾ വളർത്തണം. ഇവർ പക്ഷേ അതില്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അല്ല, ഈ കിടന്നിരുമ്പോൾ നീ വാശി പിടിച്ചാൽ തരില്ല എന്ന് പറയാം. വാശ അതിന് നിർത്തി എനിക്ക് ആവശ്യമുള്ളത് പറയാം. കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളത് പേരൻസ് ആണല്ലോ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛനാണല്ലോ അവിടെ തീരുമാനം വരിക, അച്ഛൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ചോദിക്കാം, പക്ഷെ നിലത്ത് കിടന്നിരുണ്ട കിട്ടില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ അവർ മാറും. പിന്നെ അത് മാത്രമല്ല, ഒരു 5 മിനിറ്റ് കിടന്ന് കരഞ്ഞുകൊണ്ട് ഒരു കുട്ടി ചാവാനൊന്നും പോകുന്നില്ല, ഒരു കുട്ടി ചാവുന്നില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പൊടിയും തട്ടി അവൻ എണീറ്റ് പോകും. ചോദിച്ചു നോക്കും. അതെ, അതിപ്പോൾ അവകാശമല്ലേ, വിദ്യ ഓടുന്നു കണ്ടാൽ അവർ പ്രയോഗിക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതായത് ഈ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊടുക്കുന്നൊരവസ്ഥ ഒത്തിരി ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അത് അവസാനം വളർന്നു വരുന്ന സമയത്ത് അത് കിട്ടാതെ വരുമ്പോഴാണ് വളരെ മാനസിക പ്രശ്നങ്ങളുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു പക്ഷേ പലപ്പോഴും ഈവൻ നിസ്സാര കാര്യത്തിന് വരെ ഒരു നോക്ക് വേണ്ടിയിട്ട് സൂയിസൈഡ് ഉള്ള കേസുകൾ എനിക്കറിയാം. അതുപോലെ പെൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടികൾക്ക് അത്ര പ്രശ്നമില്ല. ഭർത്താക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോൾ ലൈഫ് വേറെയാ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ. ഇപ്പോഴത്തെ തലമുറ കുക്ക് ചെയ്യുന്ന തന്നെ സംശയമാണ്. പക്ഷേ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഓപ്പോസിറ്റ് ഇതായിരിക്കും. അത് പെണ്ണി പിടിച്ച് നിന്നേ പറ്റില്ല. അങ്ങനത്തെ കുടുംബങ്ങളെ വിജയിക്കും. അതിനുള്ള ട്രെയിനിങ് വീട്ടിൽ കൊടുക്കണം, അമ്മ കൊടുക്കണം. അത് അമ്മ കല്യാണം കഴിയുമ്പോൾ അമ്മ പെൺമക്കൾക്ക് അത് അമ്മയുടെ ഡ്യൂട്ടിയാണ്, അപ്പൻ്റെ ഡ്യൂട്ടി അല്ല. അമ്മ വളർന്നു പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം പറഞ്ഞാലൊന്നും ശരിയാവില്ല. അതിൽ ഉത്തരവാദിത്തങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. ചിലൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരുമ്പോൾ ചായ ഉണ്ടാക്കാൻ, ചെറിയ ലെവലിൽ ചായ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ മോനെ കടയിൽ വിട്ടുകൊണ്ട് ഒന്നും വരാൻ പോണില്ല. ആൺകുട്ടികളൊന്ന് കടയിൽ പോയി, ഇപ്പം കുട്ടികളിൽ സാധാരണ കടയിൽ പോവില്ലോ, ആൺകുട്ടികളൊന്ന് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു, ഒരു കുഴപ്പമൊന്നുമില്ല. ഈ പഴയ കാലത്തെ പാട്ടുകൾ എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ പഴയ ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ ചിലപ്പോൾ തങ്ങി നിൽക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടാവും, പഴയ പാട്ടുകൾ. അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട് ഏതാണ്? എനിക്ക് അല്ലെങ്കിലും പൊതുവേ പഴയ പാട്ടുകളാണ് ഇഷ്ടം. ശരി, മിക്കവർക്കും പുതിയ പാട്ടുകളുള്ള താല്പര്യം നല്ല ചില പാട്ടുകളുണ്ട്, പക്ഷേ അതല്ലെങ്കിൽ തന്നെ എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. ഇത് പറഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ തന്നെ ഓർക്കുന്നത് ഞാൻ ആ സുപ്രഭാതം അത് ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണത്. അതുപോലെ പല പാട്ടുകളും എനിക്കിഷ്ടമുണ്ട്. അപ്പോൾ അതിൽ കാരണം അതിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അതിൽ അവരുടെ പാട്ടിന് സംഗീതം മാത്രമല്ല, അതിനകത്തുള്ള കവിത കൂടി. പല പഴയ പാട്ടുകളിലും നല്ല കവിത കൂടിയുണ്ട്. ഇപ്പോഴത്തെ പല പാട്ടുകളിലും കവിതയില്ല, ആ ട്യൂണിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം പിന്നെ ആകെ ഒരു അടിപൊളി പാട്ട്, അതാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ പലരും ഇഷ്ടപ്പെടുന്നത്. പോലെ മുളയ്ക്കുന്നു, അതുപോലെ പോകുന്നു. പക്ഷേ മറ്റേ പാട്ടുകൾ, പഴയ പാട്ടുകളെല്ലാം ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ പാട്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കൊന്നത് കണ്ടാലോ, അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമുക്കൊന്ന് പോയാലോ? ആകട്ടെ, ഈ 73-ാം വയസ്സിൽ ഇനിയിപ്പോൾ അതിന് വേണ്ടി ആ സാഹസം കാണിക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം
അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ 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 പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ നാല് കെട്ടിൻ്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അപ്പോൾ അപ്പച്ചൻ അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ പണ്ടത്തെ ജുഡീഷ്യറിയും ഇപ്പോഴത്തെ ജുഡീഷ്യറിയും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ജുഡീഷ്യറിയിൽ വാസ്തവത്തിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ നിയമത്തിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം നിയമങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആ നിയമങ്ങളുടെ എക്സിക്യൂഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ ഈസ് വെരി പുവർ. അപ്പോൾ അതിന് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മകളുടെ അടുത്ത് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് പോയിരുന്നപ്പോൾ അവിടെ ഒരു 2 വർഷമല്ല, ഒരു 8 വർഷം 7 വർഷം മറ്റേ അതിൻ്റെ മുമ്പ് പോയിരുന്നപ്പോൾ അന്ന് അവിടുത്തെ ഒരു മേയർ ഒരു ഡിഫോൾക്കേഷൻ കേസിൽ പെട്ട്, അതിൽ മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ചെറിയ സെക്സ് സ്കാൻഡലും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ കേസിൽ പെട്ടിട്ട് എല്ലാ മീഡിയാസിലും പത്രത്തിലും ടി വിയിലും എല്ലാം വരുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അയാൾ ആ മേയർ സ്ഥാനം രാജിവെച്ചു, പോയി, കേസുണ്ടായി. ഞങ്ങൾ ആകെ 5-5.5 മാസമാണ് അവിടെ അന്നുണ്ടായിരുന്നത് US. അപ്പോൾ ഈ സമയത്തിന് ഇടയ്ക്ക് ഈ കേസ് കഴിഞ്ഞ് അയാൾക്ക് ശിക്ഷ കിട്ടി. അയാൾക്ക് 2 വർഷം മറ്റേ തടവും എന്തൊരു ഫൈനും അയാൾക്ക് ശിക്ഷ കിട്ടി. ആ സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പല കേസുകളും 10, 15, 16, 18 വയസ്സായിട്ട് ഈ അനന്തമായിട്ട് നീണ്ടുപോവുക. അതാണ് നമ്മുടെ നാട്ടിലെ ഈ ജുഡീഷ്യറിയുടെ വേറൊരു ശാപം. അതുകൊണ്ട് ഈ നീണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറ്റൊരു സൈഡുണ്ട്. ജനങ്ങൾക്ക് അതിനോടുള്ള ഭയം കുറയും. ഈ ജുഡീഷ്യറി എപ്പോഴും വളരെ പ്രോംപ്റ്റ് ആണെങ്കിൽ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ അത്രയും വിശ്വാസവും ഭയവും ഉണ്ടാവും. അതാണ് ഈ ജുഡീഷ്യറിയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. അതായത് പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ പീനൽ കോഡ് 1870 അതിനോടനുബന്ധിച്ച് ആക്കി ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അതിൽ ഒരുപാട് പ്രൊവിഷൻസ് ഇപ്പോഴും അത് തന്നെയാണ്. മാറ്റം വരുന്നത് അതിനാർക്കും താല്പര്യമില്ല.
ഈ ലൂപ്പ് ഹോൾസ് കുറേ അങ്ങനെ തന്നെ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ആ കാലത്തിനനുസരിച്ച് ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം. ഇനി വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള സബ്ജക്റ്റിൽ പോലും ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇപ്പോൾ അടുത്ത് ഉണ്ടായതാണ്. അതായത് കാന്നി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് അതുണ്ടായത്. അപ്പോൾ അത് അന്ന് പാർലമെൻറ്റിൽ പോലും പലരും അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് 3 മാസത്തിനകത്ത് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒരു ഫോറത്തിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തേക്കണം. പക്ഷേ 8, 10, 7, 8 വർഷങ്ങളായിട്ട് ഇപ്പോഴും കൺസ്യൂമർ കോടതിയിൽ കിടക്കുന്ന കേസുകളുണ്ട്. തീരുന്നില്ല. ഒന്ന്. മറ്റൊരു സൈഡ് അത് എൻവിസേജ് ചെയ്തുള്ളൊരു മറ്റൊരു ആസ്പെക്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വക്കീൽ വേണ്ട. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയിൽ നമ്മൾ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാദിക്കേണ്ട കാര്യമില്ല. കാരണം വിത്ത് പ്രൂഫാണ് മിക്കവാറും ഇതിലെല്ലാം നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് പോലും അതിന് നമുക്കൊരു വക്കീൽ വേണ്ട. ഒരു വക്കീൽ ഇല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും ആ നിയമത്തിൽ നിയമം കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ കൺസ്യൂമർ കോടതി എന്ന് കഴിഞ്ഞാലും വക്കീൽമാരെ ബഹളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വാസ്തവത്തിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ അവിടെ നിയമം എക്സിക്യൂഷൻ മോശമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നിയമത്തെ പൊതുവെ പറയുകയാണെങ്കിൽ ജുഡീഷ്യറിയിൽ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അത് അങ്ങനെ ജഡ്ജി ആവാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത് അതൊരു അല്ല. ജഡ്ജി ആവാൻ താല്പര്യമില്ലായെന്ന് ഞാൻ പറയില്ല. കാരണം വരുമാനം കുറയുന്നുള്ള വരുമാനം കുറയല്ല. വരുമാനം ഉണ്ടാകണമെങ്കിൽ അത്രയും ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ വക്കീൽമാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു തമാശയുണ്ട്. വക്കീൽമാരുടെ ജീവിതത്തിൽ 4 ഫേസുകളാണുള്ളത്. ഒന്നാമത്തെ ഫേസ് എന്താണെന്ന് അറിയാം? നോ കേസ് നോ ഫീസ്. കേസില്ല ഫീസുമില്ല. രണ്ടാമത്തെ ഫേസ് ഹി ഹാസ് കേസസ് ബട്ട് നോ ഫീസ്. രണ്ടാമത്തത്. മൂന്നാമത്തത് ഹി ഗെറ്റ്സ് ഫീസ് ആൻഡ് ഹി ഹാസ് എനഫ് കേസസ്. നാലാമത്തതിനകത്ത് ഓൺലി ഫീസ് നോ കേസ്. ഇപ്പം അത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു അറിയപ്പെടുന്ന തമാശയാണ്. അപ്പോൾ ഇതുപോലെ അത് കുറേ ശരിയാണ് താനും. അപ്പോൾ അതുകൊണ്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം 5 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഇത് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് റെഡിയാണ്. കാരണം എങ്കിൽ പിന്നെ ഈ കേസ് പഠിക്കുന്ന ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. കോടതിയിൽ മുന്നിൽ വരുന്ന മാറ്റർ ഡിസൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കേൾക്കാനും പാരൻറ്റിങ്ങിനെ കുറിച്ച് കേൾക്കാനും. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഇവിടെ ആ പാട്ട് കണ്ട സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് അഭിനന്ദിക്കാതെ വയ്യ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം കൂടിപ്പോയത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വീണ്ടും അയർലൻഡിലേക്ക് വരിക. ഇന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ ഇത്തരത്തിലൊരു അവസരം വന്നതിൽ ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളൊരിക്കലും ഇത്തരത്തിലുള്ളൊരു അവസരം പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഞങ്ങളുടെ ഉള്ളിലും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അത് പ്രകടിപ്പിക്കാനൊരു അവസരം ലഭിച്ചത് വലിയ കാര്യമായിട്ട് തന്നെ കരുതുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 7 പ്രാവശ്യമായി ഇപ്പോൾ ഇവിടെ വരുന്നു. ഈ 7 പ്രാവശ്യത്തിനിടയ്ക്ക് ഇവിടെയും എനിക്കൊരു നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ലിഫി വാലി FM-നോട് വളരെ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതായത് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അയർലൻഡിലുള്ള പാരൻസിനും ഇവിടെ വന്നിട്ടുള്ളവർക്കും ഇനി വരാനുള്ളവർക്കും പ്രത്യേകം ഞങ്ങളുടെ സ്നേഹാദരം അറിയിക്കുന്നു. വീണ്ടും വരിക. പിന്നെ നിങ്ങൾ 7 പ്രാവശ്യം വന്നു, ഇനി 8ാമതും വരിക, വീണ്ടും വരിക. പിന്നെ പരിപാടി തീരുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം നന്ദി പറയേണ്ടത് ആ പാട്ട് സീനിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് ഏറ്റതും മടി ഉണ്ടായിരുന്നെങ്കിലും അല്ലേ, പക്ഷെ അത് വളരെ വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ നന്ദി, നമസ്കാരം. പാലരുവി കരയിൽ പഞ്ച
പറന്നു വരൂ